നമ്മുടെ പാറ്റ് കമ്മിൻസ് RCB ചെറുതായിട്ടൊന്ന് ട്രോൾ ചെയ്യും. നമുക്കറിയാം RCB ഇപ്പോൾ ട്രോളാത്തവരായിട്ട് ആരും തന്നെയില്ല. എങ്കിൽ പോലും പാറ്റ് കമ്മിൻസിൻ്റെ ഭാഗത്ത് നിന്നും ചെറുതായിട്ടൊരു ട്രോൾ RCBക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം RCB വേഴ്സസ് SRH മാച്ച് കണ്ടാണ്. ആ ഒരു മാച്ച് കാണുമ്പോൾ ഒരു ഹൈലൈറ്റ് കാണുന്ന പോലെയായിരുന്നു. ഏതാണ്ട് 40-ലധികം ഫോർസും 40-ലധികം സിക്സസുമാണ് ആ ഒരു മാച്ചിൽ പറഞ്ഞത്. SRHൻ്റെ കാര്യം പറയേണ്ടായല്ലോ. അവർ തന്നെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അവർ തന്നെ അത് തകർക്കുന്നു. ആദ്യമേ അവർ 277 റൺസ് എന്ന റെക്കോർഡ്, അതായത് IPL ഏറ്റവും വലിയ റൺസ് എന്ന റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. അവർ തന്നെ അത് വീണ്ടും തകർക്കുന്നു, 287 റൺസ് നേടിക്കൊണ്ട്. ഇതിനുശേഷം പാറ്റ് കമ്മിൻസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പോസ്റ്റിനടി നമ്മുടെ മാർക്കസ് ലബുഷ ഒരു കമൻറ്റുമായിട്ട് എത്തിയിരുന്നു. അദ്ദേഹം ചെയ്ത കമൻറ്റ് എന്ന് പറയുന്നത് വാവ് എന്നായിരുന്നു. എന്തായാലും അതിന് മറുപടിയുമായിട്ട് നമ്മുടെ പാറ്റ് കമ്മിൻസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: യു വുഡ് ക്ലിയർ ദ ഫെൻസ് ഹിയർ അറ്റ് ബാംഗ്ലൂർ. ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാർക്കസ് ലബുഷ അങ്ങനെ വലിയ സിക്സ് അടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഒന്നുമല്ല, ഒരു ടെസ്റ്റ് ടൈപ്പ്, അത് നമ്മുടെ പുജാര ടൈപ്പ് ഒരു ബാറ്റ്സ്മാനാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞത്, അതായത് ബാംഗ്ലൂരിൽ വന്നാൽ നീ വരെ സിക്സ് അടിക്കും. അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, അതായത് ഈ രീതിയിലാണ് നമ്മൾ കളിക്കേണ്ടത്. ഈ രീതിയിൽ തന്നെ നമ്മൾ കളിച്ചാൽ എപ്പോഴും വിജയിക്കണമെന്നൊന്നുമില്ല, അതായത് ഈ ഒരു സെയിം റിസൾട്ട് വരണമെന്നൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും നമ്മളെപ്പോൾ പേടിയാണ്. SRHനെ നേരിടുക എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. അത് ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ പലരെയും തോൽപ്പിക്കുന്നുണ്ട്. ആ ഒരു സംഭവം നമുക്ക് എപ്പോഴും വേണം. സോ ഈ ഒരു മെൻറ്റാലിറ്റി എല്ലാവരിലും ഉണ്ടാകണമെന്നാണ് കമ്മിൻസ് ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാറ്റ് കമ്മിൻസ് RCB ട്രോൾ ചെയ്താണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.